ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. കാരണം ഈ സീരിയൽ അത് തമിഴിലെ പോലെ തന്നെ അച്ചടിച്ച പോലെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാണ്ഡ്യൻ സ്റ്റോർ 2 കഥയാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഥ കേൾക്കണേ. അങ്ങനെ നമ്മുടെ അനു ആണെങ്കിൽ ബാലൻ്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ ബാലനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ദേവി പറയുന്നുണ്ട്, മോളെ അനു നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവൻ വിവാഹം കഴിച്ചതെന്നുണ്ടെങ്കിൽ ആ താലിമാല അവൻ്റെ മുഖത്തൂരി എറിഞ്ഞിട്ട് മോള് വാ മോളെ എന്ന് പറയണം. അത് കേട്ടിട്ട് ആര്യനും പറയുന്നുണ്ട്, അതേ മോളെ അവൻ ബലം പ്രയോഗിച്ച് നിന്നെ വിവാഹം കഴിച്ചാണെങ്കിൽ നീ ആ താലിമാല ഊരി ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ആരും നിർബന്ധിച്ചിട്ടല്ല, എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടായിട്ടാണ് ഞാൻ അലോകേട്ടനെ വിവാഹം കഴിച്ചതെന്ന് പറയണം. ഇത് കേട്ടിട്ട് ബാലനും അതുപോലെ തന്നെ ഗോമതി ഞെട്ടി അനുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അച്യുതനാണെങ്കിൽ അലോകിനോട് പറഞ്ഞിടാ, നിനക്ക് കോടീശ്വരിയായിട്ടുള്ളൊരു പെണ്ണിനെ വലിയേട്ടൻ കണ്ടുപിടിച്ചതല്ലേടാ, പിന്നെ നീ എന്തിനാടാ വെറും ഒരു കടക്കാരനായ ബാലന്റെ മോളെ നീ വിവാഹം കഴിച്ചത്? നിനക്ക് കോടീശ്വരി മോളുടെ ആലോചന വന്നതല്ലേടാ, പിന്നെ നീ എന്തിനാടാ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഇവളെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് നമ്മുടെ ഇന്ദിരാമ്മ അവിടേക്ക് വരും കേട്ടോ. അമ്മ പറയുന്നുണ്ട്, അതെ എല്ലാവരും മതി, നിർത്ത്. ഈ വീട്ടിൽ ആര്യൻ നമ്മൾ കൃഷ്ണമംഗലത്തെ മിത്രനെ വിവാഹം കഴിച്ചു. മുറപ്രകാരം അവര് മുറപ്പെണ്ണും മുറച്ചെറുക്കനുമാണ്. അതുപോലെ തന്നെ ഇപ്പതേ അലോക് അനുവിനെ വിവാഹം കഴിച്ചു. അവരും മുറപ്രകാരം മുറപ്പെണ്ണും മുറച്ചെറുക്കനും അല്ലേ. പിന്നെ നിങ്ങളെന്തിനാ ഇത്ര ബഹളവും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടത്തെ വിവാഹമെല്ലാം ഒളിച്ചോടിപ്പോയല്ലേ നടക്കുന്നത് എന്ന് ഇന്ദിരാമ്മ ബാലനെയും ഗോമതിനെയും ഒന്ന് കുത്തി പറയാട്ടോ. അതിനുശേഷം ഇന്ദിരാമ്മ പറയണ്ട്, എന്തെങ്കിലും ആവട്ടെ മക്കളെ നിങ്ങൾ വാ എന്ന് പറയാണ്. ആ സമയത്ത് വാ അലോകേട്ടാ എന്ന് പറഞ്ഞിട്ട് അലോകിന്റെ കൈ പിടിച്ചിട്ട് അനു കൃഷ്ണമംഗലത്തിലേക്ക് പോവാട്ടോ. ബാലനും ഗോമതി അത് കേട്ട് ആകെ ഷോക്കാവാണ്. അലോകിന്റെ കൈ പിടിച്ച് അനു പോകുന്ന കാണുമ്പോഴേക്കും എല്ലാവരും ആ കാഴ്ച നോക്കി നിൽക്കാണ്. ശേഷം ബാലനും ഗോമതിയും ആര്യനും മിത്രയും അലോകിൽ ആകാശും മീനാക്ഷി ദേവി എല്ലാവരും അകത്ത് കയറി എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഗോമതി ആണെങ്കിൽ ദേവിയുടെ മടിയിൽ തല വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സുകന്യ നേരെ കൃഷ്ണമംഗലത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് എത്തുമ്പോഴേക്കും അലോകിനെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അച്യുതൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവളെ വിവാഹം കഴിച്ചത്? നമ്മുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ അനന്ത പറയണ്ട, അച്യുത നീ കള്ളം പറയരുത്. നിന്റെ മോൻ എന്തിനും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്നോട് ചോദിച്ചിട്ടായിരിക്കും, നീ അറിഞ്ഞിട്ടായിരിക്കും അവൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ചെയ്യണതും. അതുകൊണ്ട് നീ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. ഇല്ല ഏട്ടാ, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ചേട്ടൻ നല്ലൊരു ആലോചന അവനെ കൊണ്ടുവന്നതല്ലേ, ആ ആലോചന ഞങ്ങൾ തൃപ്തരായിരുന്നു. അല്ലാതെ ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. നിന്റെ മോൻ തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാനാ പോയെന്ന് നീ പറഞ്ഞില്ലല്ലോടാ അച്യുത. ഏട്ടാ എന്നെ ഒന്ന് വിശ്വസിക്കുക, സത്യമായിട്ടും എനിക്ക് ഈ കാര്യം അറിയില്ല എന്ന് പറയണം. അത് കേട്ട് രാജശ്രീയും പറയണ്ട, അതേ ഏട്ടാ ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഏട്ടാ, ഞങ്ങളും ഇതിപ്പോൾ തന്നെ അറിയണത്. ഏട്ടൻ ഞെട്ടി നിൽക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളും ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അനന്തന്റെ ഭാര്യ ഉണ്ടല്ലോ, അതായത് മിത്രയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നമ്മുടെ അനുവിനോട്, മോളെ സത്യം പറ, നിന്നിവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണോ വിവാഹം കഴിച്ചത്? നീ നിന്റെ മനസ്സുകൊണ്ട് തന്നെ ഇവനെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ടാണോ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കണം. അത് കേട്ട് അനു പറയുന്നുണ്ട്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ മനസ്സുകൊണ്ട് സന്തോഷമായിട്ട് തന്നെയാണ് അലോകിനെ വിവാഹം കഴിച്ചത്. അലോകും ഞാനും തമ്മിൽ 2 മാസത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനും അലോകും അത്രമാത്രം പ്രണയത്തിലാണ്. അലോകാണെങ്കിൽ ഞാനില്ലാതെ ജീവിക്കാനേ പറ്റില്ല. ഒരു വിഷക്കുപ്പി എടുത്തു എന്നെ വീഡിയോ കോൾ ചെയ്തു, ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. മാത്രമല്ല എൻ്റെ മനസ്സിലും അലോക് തന്നെയാണ്. നിങ്ങൾക്കാർക്കും വിശ്വാസമാവില്ലെന്ന് എനിക്കറിയാം. ഞാനും അലോകും എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്കാർക്കും വിശ്വാസമാവില്ലായിരിക്കും. പക്ഷെ അതിനുള്ള തെളിവ് അലോകിൻ്റെ ഫോണിൽ തന്നെയുണ്ട്. അലോക് ആ ഫോൺ ദാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കുകയാണ്. അത് ഫോൺ ലോക്ക് അഴിച്ചിട്ട് നമ്മുടെ അലോകും അനുവും തമ്മിലുള്ള AI ഫോട്ടോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസ്. ആ ഫോട്ടോസ് എല്ലാം തന്നെ അച്യുതനും അനന്തനും അമ്മുമ്മക്കും അതുപോലെ തന്നെ രാജശ്രീക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഞാനും അലോകും ഇത്രയും ഡീപ്പാണ് എന്ന് പറയണം. ആ ഫോട്ടോസ് കാണുമ്പോൾ അനന്തനും അച്യുതനും വരെ നാണം വരുവാട്ടോ. നാണമില്ലാത്തവൻ, ഹോട്ടൽ റൂമിൽ പോലും പോയി നിങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും അനു പറയണ്ട, അതെ നമ്മൾ കറങ്ങാത്ത സ്ഥലം ഒന്നുമില്ല, അത്രയ്ക്ക് ഞങ്ങൾ ഡീപ്പാണ്. അലോകിനെ ഞാനില്ലാതെ പറ്റില്ല, എനിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇനി ആരും അലോകിനെ കുറ്റം പറയല്ലേ, ഞാനും അലോകും അത്രമാത്രം സിൻസിയറായിട്ട് പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ അനു നാടകം കളിക്കാട്ടോ. ഇതൊക്കെ കേട്ട് അലോക് അനുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അനു ആണെങ്കിൽ അലോകിനെ നോക്കുന്നുണ്ട്. അലോക് മനസ്സിൽ വിചാരിക്കണം, ഓ ഞാൻ അവൾക്കൊരു ആപ്പ് വെക്കാൻ നോക്കിയതാണ്,
തിരിച്ച് അവൾ എനിക്ക് ആപ്പ് വെച്ചല്ലോ എന്ന് ആലോചിക്കുകയാണ് അലോക്. അതിനുശേഷം നമ്മുടെ രാജശ്രീ പറയേണ്ടത് സത്യമായിട്ട് ഇവൻ നിന്നെ വിവാഹം കഴിച്ചു തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കണ്ടില്ലേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് താലിയായിട്ടാണ് ഇറങ്ങിപ്പോയത്? അല്ലല്ലോ, അലോക് അടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ചിട്ട് താലി കെട്ടിയതാ എന്നെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. അത് പിന്നെ എല്ലാവരും വിശ്വസിച്ച് എല്ലാവരും ഓക്കെ ആവുന്നുണ്ട്. അലോകിനാണെങ്കിൽ അനുവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ. ആ സമയത്ത് ഇന്ദിര പറയുന്നുണ്ട്, ഇന്ദിര അമ്മ പറയുന്നുണ്ട്, അതെ എല്ലാവരും നിർത്തിക്കേ, നടക്കേണ്ടത് നടന്നു. എന്തായാലും ഈ വീട്ടിൽ ഒരു മരുമകൾ വന്ന് കയറി, അപ്പോൾ നമ്മൾ ചടങ്ങും കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല, ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടു ചെയ്യണം എന്നൊക്കെ നമ്മുടെ അമ്മ മുത്തശ്ശിയും പറയുന്നുണ്ട്. അതേസമയം ബാലനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ ആര്യനും ആകാശൊക്കെ പറഞ്ഞ അച്ഛൻ എവിടെ അച്ഛൻ ഇറങ്ങിപ്പോണത്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അച്ഛൻ ഈ ഇറങ്ങിപ്പോക്ക് ഒരു ശീലമായി, അച്ഛൻ എവിടെയും പോകണ്ട എന്ന് പറയാണ്. ഇത് കേട്ട് ഗോമതി പറയേണ്ടത്, വിടടാ, ആ മനുഷ്യൻ എവിടെയാച്ച പോട്ടെ, നിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യന് കുറച്ച് സമാധാനം കൊടുക്കാറുണ്ടോ? ദേ ആദ്യം ആകാശ് മീനാക്ഷിനെ കൂട്ടിക്കൊണ്ടു വന്നു, അതിനുശേഷം നീയും മിത്രനെ വിവാഹം, പിന്നീട് ഇപ്പൊ അനുവും അലോകും തമ്മിലുള്ള വിവാഹം, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അദ്ദേഹം വിചാരിക്കുന്ന പോലെ ഒന്നും ജീവിതം മുന്നോട്ട് പോണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുറവ് അദ്ദേഹം വരുത്താറുണ്ടോ? അതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനം കിട്ടണ എവിടെയെങ്കിലും അദ്ദേഹം ഒന്ന് പോട്ടെ, നിങ്ങൾ ആരും ഇടപെടണ്ട എന്ന് പറയാണ്. ബാലൻ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോവാട്ടോ. എന്നിട്ട് ഗോമതി സ്റ്റോഴ്സ് അടിച്ചു വാരി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ ബാല, നിനക്കിത് എന്ത് പറ്റിയടാ? മോളുടെ വിവാഹം മുടങ്ങി വെച്ചിട്ട് നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? നീ വീട്ടിൽ പോയിരിക്കെ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും കടയിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നു കേട്ടോ. അപ്പൊ രണ്ട് പെണ്ണുങ്ങൾ വരുവാണ്. അവര് ബാലനോട് ചോദിക്കണ്ട്, ബാലേട്ടന്റെ മോള് ഒളിച്ചോടി പോയെന്ന് കേട്ടല്ലോ, അതും ആ വൃത്തികെട്ട അലോകിന്റെ കൂടെ. ഹോ, ഇതുപോലത്തെ ഒരു വൃത്തികെട്ടന്റെ കൂടെ ജീവിക്കാനായിട്ടാണോ ബാലേട്ടന്റെ മോള് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് രാമേട്ടൻ പറഞ്ഞു, നിങ്ങൾ സാധനം മേടിക്കാനല്ലേ വന്നത്, അല്ലാതെ ബാലനെ കുറ്റപ്പെടുത്താനല്ലല്ലോ. ബാലൻ മനസ്സ് തകർന്നിരിക്കുകയാണ്, ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് രാമേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലാണെങ്കിൽ ഗോമതയൊക്കെ ആകെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കൃഷ്ണമംഗലത്താണെങ്കിലോ നമ്മുടെ അലോകിന്റെയും അനുവിന്റെയും ഫസ്റ്റ് നൈറ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ. അതായത് ചെറിയ രീതിയിൽ പാല് കാച്ചലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് ഫസ്റ്റ് നൈറ്റിന്. അനു ആണെങ്കിൽ നല്ലതായിട്ട് ഒരുങ്ങി ആഭരണങ്ങളൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ അലോകാണെങ്കിൽ നിന്റെ മരണം എന്റെ കൈ കൊണ്ടിട്ടായിരിക്കൂടി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അനു ആണെങ്കിൽ പറയണ്ട്, അതെ നിങ്ങൾ വേറെ പോയി കിടക്കൊന്നും വേണ്ട, എല്ലാവർക്കും സംശയവും ഈ റൂമിൽ എൻ്റെ കൂടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് അലോകിൻ്റെ അടുത്ത് നിങ്ങൾ നിലത്ത് കിടന്നാൽ മതി, ഞാൻ കട്ടിൻ്റെ മുകളിൽ കിടക്കും എന്ന് പറഞ്ഞിട്ട് അലോകിനെ നിലത്ത് കിടത്തിയിട്ട് അനു കട്ടിൻ്റെ മുകളിലും കയറി കിടക്കാട്ടോ. എല്ലാവരുടെ വിചാരം അവർ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അനു ഓരോരോ പണി കൊടുത്തോണ്ടിരിക്കാൻ പോണ അലോകിന. അതായത് ഇപ്പൊ അലോകിനെ വെറും തറയിലേക്ക് കിടത്തി, നാളെ അലോകിന് വേറെ പല പണികളും കൊടുക്കും. എന്തായാലും അങ്ങനത്തെ ഭാഗങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അതായത് കൃഷ്ണമംഗലംകാരി ദേവമംഗലംകാരെ എന്തുമാത്രം പീഡിപ്പിച്ച് എത്രമാത്രം ദ്രോഹിച്ചോ അതിനെയൊക്കെ പകരം വീട്ടാൻ പോണത് നമ്മുടെ അനുമോളാണ്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്, എപ്പിസോഡ് വന്ന ഈ ഭാഗം തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.